നാളത്തെ ഇന്റർവ്യൂയുടെ ഏറ്റവും വലിയ ഇപ്പൊ ഈ ഇന്റർവ്യൂ ഉണ്ട്. ഇതിന്റെ ഇപ്പൊ ഹൈ പോയിന്റ് ഈ പറഞ്ഞ വർത്തമാനം മാത്രമേ ഉണ്ടാവില്ല, എന്റെ സിനിമ ടോക്ക് ഉണ്ടാവില്ല. ഞാൻ പൊളിറ്റിക്കൽ നിലപാടുകൾ ഏതാണ് എടുത്തെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ ഏത് ചൂണ്ടിക്കാണിച്ച് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് മറുപടി പറയാം. ബിക്കോസ് ഞാൻ എന്നെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്. ബേസിക് GCC റിലീസ് ഉണ്ട്, പിന്നെ GCCയിൽ ഇന്ന പേരിലുള്ള സിനിമ റിലീസ് ചെയ്യാൻ പാടില്ല അങ്ങനെയൊന്നും. ബിക്കോസ് ഐ ഫീൽ ഇറ്റ് ദി മോസ്റ്റ് വെൽക്കമിങ് കൺട്രി. പേരിന്റെ പുറത്ത് ഒരു സിനിമ ഇത്ര ജഡ്ജ് ചെയ്യപ്പെടുന്നത് നിങ്ങൾ പരസ്പരം ചിന്തിക്കേണ്ടതാണ്. പൊളിറ്റിക്കൽ റാലീസിലും പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് കൂടെ നിൽക്കുന്ന സൂപ്പർ താരങ്ങൾ വരെ ഉണ്ട്. ഞാനൊരു വെറും ഒരു നടൻ. പിന്നെ ആകെ ഇത് ഈ കോൺട്രവേഴ്സിയിൽ പെട്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രി കാണാൻ വിളിച്ചപ്പോൾ ഞാൻ പോയി. നിങ്ങളെ വിളിച്ചാൽ നിങ്ങളും പോകും. വ്യക്തി ജീവിതത്തിൽ പോയിട്ട് എന്റെ ഇഷ്ടങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ച് അതൊരു വിവാദമാക്കി മാറ്റി അവസാനം പിന്നെ ഡീഗ്രേഡിങ് ആൻഡ് സോ കോൾ നിങ്ങൾ പറയുന്ന പോലെ ഇതെന്റെ കൺട്രോളല്ല ബേസിക്കലി. ബിക്കോസ് അങ്ങനെ ഒരു കോൺട്രവേഴ്സി കൊണ്ടൊന്നും സിനിമ വിജയിക്കില്ല. ഒരു പ്രത്യേകം വിഭാഗത്തിലുള്ള എന്റെ സിനിമ ഒരു നടൻ അങ്ങനെയല്ല, അത് എല്ലാവർക്കും ഉള്ളതായിരിക്കും. ഐഡിയ ഇസ് മോർ ഇമ്പോർട്ടന്റ് എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. വലിയ വലിയ ആൾക്കാരുമായിട്ട് ഏറ്റുമുട്ടാൻ ആർക്കും പറ്റില്ല. ഒരു ഉണ്ണിമൂന്നിനെ കിട്ടി, ഉണ്ണിമൂന്നൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി തരുന്നുണ്ട്. ഇതെല്ലാം കേൾക്കാവുന്ന റിസൾട്ട് അതിങ്ങനെ കേട്ട് 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 കോൺട്രവേഴ്സി ആവുന്നുണ്ട്. ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മതത്തെ സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിനെ സപ്പോർട്ട് ചെയ്തിട്ടോ എന്തെങ്കിലും ഒരു ഡയലോഗ് പോലും ഉണ്ടെങ്കിൽ ഞാൻ നാളെ പരിപാടി അവസാനിക്കും. Listening is a virtue. Hello everyone, hello media and everyone. I know it was been tough times last 2 days, and thank you for being here. എല്ലാവർക്കും ഒരുപാട് നന്ദി. സിനിമയെ കുറിച്ച് ഇത് പറയുന്ന സിനിമ റിലീസ് ആയിട്ട് ഫീഡ്ബാക്സ് ആസ് എൻ ആക്ടർ, ആസ് എ പ്രൊഡ്യൂസർ ഒരുപാട് പോസിറ്റീവായ വളരെ എൻകറേജിംഗ് ആയ ഫീഡ്ബാക്കുകളാണ് ഇപ്പൊ ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നത്. സിനിമയുടെ പെർഫോമൻസിനെ കുറിച്ച് ആണ് എന്നോട് ചോദിച്ചത്. സോ ഫിസിക്കൽ ഒരു പ്രശ്നമൊന്നും അധികം ഞാൻ ഫേസ് ചെയ്തില്ല. വളരെ എൻജോയ്ഡ് വാസ് ദി ജേർണി. ഇതിലൊരു ഈ കഥാപാത്രത്തിന്റെ ഇമോഷണൽ ഹൈസ് ആൻഡ് ലോസ് ആണ് എന്നെ ആസ് എൻ ആക്ടർ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്തത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ പേടിപ്പിക്കുന്നത്, നമ്മളെ ചലഞ്ച് ചെയ്യുന്നത് എന്താണെങ്കിലും അത് ചെയ്യാനാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കാറ്. ഐ തിങ്ക് എനിക്കും എന്തെങ്കിലും അത് ഒരു കോമൺ പോയിന്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മൂവി ഇൻ ജനറൽ ഇസ് എ വെരി എന്റർടൈനിങ് ഫാമിലി സിനിമ തന്നെ പറയാം. കുട്ടികൾക്കും ഫാമിലീസിനും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് നമ്മൾ ജയഗണേഷിനെ കൺസീവ് ചെയ്തത്. അതർവൈസ് ഒരുപാട് സന്തോഷമുണ്ട്. ബിക്കോസ് നല്ലൊരു സിനിമ ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഉണ്ണി പറഞ്ഞത് തന്നെയാണ്. ഈ സിനിമയിൽ ബേസിക്കലി എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവർക്ക് കണക്ട് ചെയ്യുന്നൊരു സിനിമ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ഇതിൻ്റെ പുറകിലുള്ള ശ്രമം എന്ന് പറയുന്നത്. അപ്പം ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞാൽ അവർ കൂടുതൽ എക്സൈറിയാണ്, കൂടുതൽ ഫാസ്റ്റായിട്ടുള്ള ത്രിൽസുള്ള കഥകൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് വേണ്ടി അവരുടെ ഇൻട്രസ്റ്റ് കേറ്റർ ചെയ്യുന്ന ഒരു ഫിലിം കമേഴ്ഷ്യലി വലിയ ജോണറാണ് എന്നുള്ളത് എനിക്കറിയാമായിരുന്നു. ബിക്കോസ് കുട്ടികളെന്ന് പറയുന്നത് അത്രയും വലിയൊരു പെർസെൻറ്റേജ് ഓഫ് പോപ്പുലേഷനാണ്. പക്ഷേ അവർക്ക് വേണ്ടി അങ്ങനെ ഒരു ഫിലിം ഉണ്ടാക്കാറില്ല. അപ്പോൾ ഇതിൻ്റെ ശ്രമം അതായിരുന്നു. അറ്റ് ദ സെയിം ടൈം ക്യാൻ എൻജോയ്ഡ് ബൈ ഓൾ ഏജ് ഗ്രൂപ്പ്സ്, ഓൾ പീപ്പിൾ. പക്ഷേ ഇത് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ മാത്രമാണ് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് മുതലാണ് ആക്ച്വലി വേൾഡ് വൈഡും ഔട്ട്സൈഡ് കേരളയൊക്കെ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ തിയേറ്ററുകളിൽ കുട്ടികളും കുടുംബങ്ങളും ചെറുപ്പക്കാരും എല്ലാവരും ഒരുപോലെ ആസ്വദിക്കുന്നു, ചിരിക്കുന്നു. നമ്മൾ ഉദ്ദേശിച്ച ഇമോഷൻസും റെസ്പോണ്ട് ചെയ്യുന്നു. സോ വളരെ സന്തോഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെ കാണുന്നത്. താങ്ക് യു. Thank you so much, Director Ranjit as well as Oni. Now we are passing on the mic to the media. Actually, നിങ്ങൾക്ക് ഇവരുടെ എന്താണ് ചോദിക്കാനുള്ളത്, എന്താണ് അറിയാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നത്? ഓരോരുത്തർക്കും ചോദ്യം ചോദിക്കാം. ജസ്റ്റ് കൈ പൊക്കാൻ ഞാൻ മൈക്കായിട്ട് എത്താം. ഒരു കാര്യം, നമുക്ക് പണത്തെ ആസ്പദമാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. കാരണം നമ്മൾ ഇവിടെ വന്നേക്കുന്ന ജയ് ഗണേഷിന്റെ പ്രസ് മീറ്റിനായിട്ടാണ്, ഇതിന്റെ പ്രൊമോഷൻ ആണ്. സോ റിലേറ്റഡ് ടു ജയ് ഗണേഷ് നിങ്ങൾക്ക് എന്ത് കേൾക്കുന്നുണ്ടോ? ഓക്കെ.
അത് അതില് വേൾഡ് റെക്കോർഡൊക്കെ ഇടുന്ന പലരും ഉണ്ട്. ഇപ്പൊ ദുബൈത്തെ മലയാളികളൊക്കെ ഉണ്ട്. അങ്ങനെ ആരെങ്കിലും ഇൻസ്പയർഡ് ആണോ ഈ കഥാപാത്രത്തിന്? താങ്ക് യു. ആക്ച്വലി ഞാൻ ഒരു എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എൻ്റെ വ്യക്തി ജീവിതത്തിൽ എനിക്ക് അറിയാവുന്ന എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇർഫാൻ. ഐ വാസ് റേസ്ഡ് ഇൻ അഹമ്മദാബാദ്. എൻ്റെ ക്ലാസ്മേറ്റ് ഇങ്ങനെ മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ ഭാഗമായിട്ട് അവന് ലോവർ ബോഡി പിന്നെ വളർന്നിട്ടുണ്ടായിരുന്നില്ല. സോ ഐ ഹാവ് സീൻ ഇത്രയും ആൾക്കാർ ഏത് രീതിയിലാണ് ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഉൾപ്പെടുത്താൻ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ആവാൻ എന്തൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്നത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. കുട്ടിക്കാലം മുതൽ അങ്ങനെ ഒരു സുഹൃത്തിന് പരിചയമുള്ളതുകൊണ്ട് രഞ്ജിത്ത് എൻ്റെ അടുത്ത് ഫസ്റ്റ് നറേഷനിലായി ടോൾഡ് രഞ്ജിത്ത് ഇങ്ങനെയൊക്കെ ആയിരിക്കും കാര്യങ്ങൾ. ആൻഡ് ദാറ്റ് വാസ് എ വെരി ഇമ്മീഡിയറ്റ് റെഫറൻസ് എന്നെ സംബന്ധിച്ച്. മാത്രമല്ല ബട്ട് ഞങ്ങൾ ഒരുപാട് വർഷങ്ങളായിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ആ ചെറിയ പ്രായത്തിൽ തന്നെ എനിക്ക് അറിയാമായിരുന്നു ലൈക്ക് ഒരിക്കലും ഭിന്നശേഷി കൂടുന്ന ആൾക്കാർ ഒരിക്കലും ഇങ്ങനെ മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല നമ്മൾ ആസ് എ സൊസൈറ്റി സിമ്പത്തൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒട്ടും താല്പര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ദേ ഡോണ്ട് വാണ്ട് ടു ബി ട്രീറ്റഡ് സെപ്പറേറ്റ്ലി. അതൊരു ഡേ ആൻഡ് ഡേ റിമൈൻഡർ പോലെയാണ്. നിങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് നിങ്ങൾ നിങ്ങളോടൊരു സഹതാപം അല്ലെങ്കിൽ സിമ്പതി കാണിക്കുന്നത്. സോ അത്രയും കാര്യങ്ങൾ ഈ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ നറേഷൻ സമയത്ത് എനിക്ക് ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് എന്റേതായ ഒരു വേർഷനാണ്. ഗണേഷ് ഒരു വ്യക്തിയുടെ ഒരു റിപ്രസെന്റേഷൻ, ഫിസിക്കൽ റിപ്രസെന്റേഷൻ അല്ല. ഇമോഷണലി യെസ്, ഒരുപാട് പേർക്ക് ഈ സിനിമ കണ്ടതിന് ശേഷം സാഡ്ലി ഈ സിനിമയിലെ കഥാനായകൻ ഇങ്ങനെയാണെങ്കിലും എസ്പെഷ്യലി ഏബിൾഡ് ആയ വ്യക്തിയാണെങ്കിലും പക്ഷെ അവർക്ക് നമ്മുടെ ഐ തിങ്ക് ദുബായിൽ പിന്നെയും there are ഫെസിലിറ്റീസ്. പക്ഷെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മുഴുവൻ അങ്ങനെ ഒരു ഡിസൈൻ ഇല്ല. അക്കോമഡേറ്റ് ഒരു തിയേറ്ററിൽ പോയി ആ സിനിമ ഇപ്പൊ ഇനിയിപ്പോ എന്റെ ഈ സിനിമ ഡെഫിനറ്റ്ലി OTT പ്ലാറ്റ്ഫോമിലൊക്കെ വരുമ്പോഴായിരിക്കും അവർക്ക് കൂടുതൽ ആസ്വദിക്കാനും പറ്റുക. ആൻഡ് ആക്ച്വലി ആർക്കും വേണ്ടിയാണ് നമ്മൾ ഈ സിനിമ ഡെഡിക്കേറ്റ് ചെയ്ത് അവർ ഏറ്റവും അവസാനമാണ് ഈ സിനിമ കാണാൻ പോകുന്നത്. ബട്ട് അഗൈൻ ഐ എം സ്റ്റിൽ ഫൈൻ ബിക്കോസ് അങ്ങനത്തെ ഒരു സിനിമ നായകനായിട്ട് ഒരു നായകൻ ഇങ്ങനെ ആരും കാണിച്ചിട്ടില്ല. ഒന്ന സിനിമകളിലെല്ലാം എപ്പോഴും ഒരു പാത്തോ വേർഷൻ ഉണ്ടാവും. ദിസ് ഇസ് മോർ ഓഫ് എ റിയൽ ലൈഫ് സൂപ്പർ ഹീറോ എന്ന രീതിയിൽ തന്നെയാണ് കാണിച്ചേക്കുന്നത്. ഈ സൂപ്പർ ഹീറോ എന്ന് പറയുമ്പോഴും ഇറ്റ്സ് നോട്ട് ഫ്ലൈയിങ് ആൻഡ് ഓൾ, അങ്ങനത്തെ ഒരു സൂപ്പർ ഹീറോ അല്ല. ഒരു ഇമോഷണലി ഒരു വ്യക്തി എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഏത് ലെവലിലെ ഒരു അവന്റെ ലിമിറ്റേഷൻസ് ക്രോസ് ചെയ്തിട്ട് ഒരു അവസ്ഥ ഉണ്ടല്ലോ, ആ സെൻസിൽ എല്ലാവരും സൂപ്പർ ഹീറോ ആണെന്നാണ് നമ്മൾ ഈ സിനിമയിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. ദാറ്റ്സ് മൈ ടേക്ക്. രഞ്ജിത്ത് ഹാസ് എ ഡെഫിനറ്റ് ഒരു റെഫറൻസ് പോയിന്റ് ഉണ്ട്. അതായത് എനിക്ക് റെഫറൻസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പല കഥകളെ സംഭവിക്കുന്നത് ആക്ച്വലി കഥ കുറെ വർഷം മുമ്പ് ആലോചിച്ചതാണ്. എനിക്ക് കോർ ആശയം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നല്ല കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് ഒരു എലമെന്റ്സ് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും അതിലെന്തോ ചെയ്യാൻ എക്സൈറ്റ്മെന്റ് കുറവ് ഫീൽ ചെയ്തു. അങ്ങനെ ഞാൻ ഇപ്പോ ഈ സിനിമ ചെയ്യാമെന്ന് ആലോചിച്ച സമയത്ത് ഇങ്ങനെ ഒരു കമേഴ്ഷ്യൽ സിനിമ ചെയ്യാം, അപ്പൊ അതിന് പറ്റുന്ന പൊട്ടൻഷ്യലി 3-4 കഥകൾ ആലോചിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ രാവിലെ ജിമ്മിൽ പോകുന്ന വഴിക്ക് റെഗുലർലി വീൽ ചെയറുകളെ കാണാൻ തുടങ്ങി. അപ്പൊ അയാളും എന്തോ ആ ടൈമിൽ തന്നെ അങ്ങോട്ട് പോവാണ്. അപ്പൊ അയാൾ നമുക്ക് സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന ആളെ പോലെ അങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് ആളില്ല. ഭയങ്കര ഹാൻസം ആണ്, ഭയങ്കര സ്മാർട്ടാണ്, ഭയങ്കര സോഷ്യലാണ്. അത് ഭയങ്കര സോഷ്യൽ ജീവിതമുണ്ട്. ഡെയിലി നമുക്ക് കാണാം ആളുകൾ എല്ലാം സംസാരിക്കുന്ന ഇന്ററാക്ഷൻ ചെയ്യുന്നു. ഇദ്ദേഹത്തിന് ഭയങ്കര ഹാപ്പിയാണ് അത്. അപ്പൊ ഇദ്ദേഹത്തിനെ റെഗുലർലി കാണാൻ തുടങ്ങിയപ്പോ ഈ ക്യാരക്ടറിനെ ഇങ്ങനെ ആക്കിയത്. സ്ക്രിപ്റ്റ് വാസ് റിട്ടൺ പ്രോപ്പർലി ഫോർ എ നോർമൽ പേഴ്സൺ. അപ്പോ ഇങ്ങനെ ആക്കുക പറയുമ്പോ തന്നെ എവറിഥിങ് ബിക്കംസ് സോ കോംപ്ലിക്കേറ്റഡ്. ഇത് അഭിനയിക്കുന്നതൊന്ന്, രണ്ട് ഇത് എങ്ങനെ എൻഗേജിങ് ആക്കണം. ഇങ്ങനെ സ്റ്റേജിലേക്ക് ആൾക്ക് കയറാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങി അങ്ങോട്ട് പോവുകയോ വരികയോ, ദുബായ് പോയ സ്ഥലത്ത് പോലും ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അയാൾക്ക് മുഖേണ്ട ചായ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് അത് സംഭവിച്ചത്. സിനിമയുടെ ഈ ടൈറ്റിലും സിനിമയ്ക്കകത്ത് പറയുന്ന കഥകളിലൊക്കെ രാഷ്ട്രീയ കലർത്തി കാലഘട്ടം കൂടെയാണ്. അവിടെയാണ് ജയ് ഗണേഷ് എന്ന ലക്ഷകാലത്ത് പേര് സിനിമ വരുന്നത്. തീർച്ചയായും ഒരു ഭീഷണിയോ പേടി ഉണ്ടായിരുന്ന പേരിട്ടപ്പോൾ പ്രത്യേകിച്ച് ഗൾഫ് പോലെ സ്ഥലത്ത് ഈ പേരിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, ഞാൻ പേരിട്ട് ഒരുപാട് മുമ്പ് ഞാൻ ഈ ടൈറ്റിൽ എന്താ വെച്ചാൽ ഇതിപ്പം ഈ ഗണേശനാണ് ഉണ്ണിയുടെ ക്യാരക്ടറിന്റെ പേര്. അയാൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അയാൾ ഒരു ക്രിയേറ്ററാണ്, അയാൾ ആർട്ടിസ്റ്റാണ്, അയാൾ ഡിജിറ്റൽ ആർട്ടിസ്റ്റാണ്, ക്രിയേറ്റീവ് ആർട്ടിസ്റ്റാണ്. അയാൾ സൃഷ്ടിച്ച ഒരു കഥാപാത്രമാണ് ജയ് ഗണേഷ് എന്ന് പറയുന്നത്. അത് കാർട്ടൂൺ കഥാപാത്രമാണ്. ലൈക്ക് ഇറ്റ്സ് ലൈക്ക് എ ഫിക്ഷൻ. ലൈക്ക് ഇപ്പൊ ഒരു ചോട്ടാ ഭീം എന്നൊക്കെ പറയില്ലേ,
ഇപ്പൊ ഛോട്ടാ ഭീമിന് എനിക്ക് തോന്നുന്നു ലഡു കഴിക്കുമ്പോഴാണ് പവർ കിട്ടുന്നത്. ഗണേശിന്റെ കഥയിൽ ഗണേശ് പവർ കിട്ടുന്നത് വെള്ളത്തിൽ നിന്നാണ്. അത് അയാളുടെ ജീവിതവുമായിട്ട് ബന്ധമുണ്ട്. കാരണം ഇദ്ദേഹം ഇതുപോലുള്ള ആളുകൾക്ക് വാട്ടർ തെറാപ്പി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പോൾ ഒരു സ്വിമ്മിംഗ് പൂളിലൊക്കെ പോകുമ്പോഴാണ് കാല് കുറച്ച് മൂവ് ചെയ്യുന്നൊക്കെ ഫീൽ ചെയ്യുകയും അവർക്ക് കുറച്ച് നോർമലാന്ന് ഫീൽ ചെയ്യും വെള്ളത്തിലാണ്. അപ്പൊ അങ്ങനെയാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീൽ ചെയറിൽ പോകുന്ന ആളെ കണ്ടിട്ട് ഇത് ആദ്യം ആലോചിച്ച് നോക്കി, ഇത് വർക്കൗട്ട് ആവുന്നെന്ന് തോന്നി. ഈ ജയഗണേശ് ടൈറ്റിൽ എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടി. ഇത് ഭയങ്കര കമേഴ്ഷ്യൽ ആയിട്ടുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടൈറ്റിലാണ് വന്നത്. അത് രജിസ്റ്റർ ചെയ്തതിനു ശേഷം ഞാൻ ഉടനെ മീറ്റ് ചെയ്യുന്നു. പക്ഷെ അതിന് തുടർന്നുണ്ടായിട്ടുള്ള ഒരു വിവാദം നമുക്കുണ്ടായിരുന്നു. പക്ഷെ അതിന് നമ്മൾ വിവാദം ഉണ്ടാക്കിയാൽ കുറ്റം പറയാൻ പറ്റില്ല. കാര്യം അതിന്റെ ടൈമിങ് അങ്ങനെയായിരുന്നു. എന്താന്ന് വെച്ചാൽ അവർ നോക്കുമ്പോൾ ശരിയാ. എന്ന് വെച്ചാൽ ഒരു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായ സമയത്ത് അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ കറക്റ്റ് നമ്മളൊരു പടം അനൗൺസ് ചെയ്യുന്നു. അപ്പൊ എനിക്ക് അവസാനം ഇത് വളരെ മുമ്പ് ഫിലിം ചേമ്പ് രജിസ്റ്റർ ചെയ്താണെന്ന് പറഞ്ഞിട്ട് അതിന്റെ സർട്ടിഫിക്കറ്റ് ഫേസ്ബുക്കിൽ ഇടേണ്ടി വന്നു നമ്മുടെ ഇന്നസെൻസ് തെളിയിക്കാൻ. ബിക്കോസ് അങ്ങനെ ഒരു കോൺട്രവേഴ്സി കൊണ്ടൊന്നും സിനിമ വിജയിക്കില്ല. അങ്ങനെ പ്രത്യേകം വിഭാഗത്തിലുള്ള എല്ലാ സിനിമ ഒരു നടൽപ്പം അങ്ങനെയല്ല. അത് എല്ലാവർക്കും ഉള്ളതായിരിക്കും. സമൂഹത്തിൽ എല്ലാവരും ലോകത്തിലെല്ലാ മനുഷ്യർക്കും ഉള്ളതായിരിക്കും. ഇപ്പൊ സിനിമ അങ്ങനെയാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ സെഗ്മെന്റേഷനിലൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. ഒരു അർത്ഥമില്ല. ആവേശം എന്ന വലിയൊരു സിനിമ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന ഒരു വലിയൊരു സിനിമ വളരെ വിജയം നേടി. അതിന്റെ കൂടെ ഇങ്ങനെയുള്ള ഒരു സിനിമ പുറത്തിറക്കുമ്പോൾ എത്രമാത്രം ആശങ്ക എന്തെങ്കിലും ഉണ്ടായിരുന്നു, അല്ല പ്രതീക്ഷയായിരുന്നു ഇന്നത്തെ അതായത് നമ്മളൊരു കോമ്പറ്റീഷൻ കോഴ്സ് ഉണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ 3 സിനിമകളും ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള 3 സിനിമകളാണ്. അപ്പം നമ്മുടെ പഴയ വിഷുക്കാലത്ത് ഓണക്കാലത്തൊക്കെ 4-5 സിനിമകൾ വന്ന് 5 വിജയിച്ചൊരു കാലഘട്ടമാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഒരു ഓഡിയൻസും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബേസിക്കലി ഇത് ഒരു ഒരു കുട്ടികൾക്കും ഫാമിലികൾക്കും ഒരു വെക്കേഷൻ സമയത്ത് കാണാൻ പറ്റുന്ന ഒരു ഫിലിം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഡേറ്റ് ഭയങ്കര ഐഡിയൽ ആയിരുന്നു. പിന്നെ ഈ ഡേറ്റ് ഒക്കെ നമ്മൾ തീരുമാനിക്കുന്നത് കുറെ മുന്നേ ഡിസംബറിലേക്ക് തീരുമാനിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ആടുജീവിതം കൊണ്ട് തന്നെ. അപ്പം ഏത് സിനിമ കൂടെ ഉണ്ടെന്ന് ആലോചിച്ചിട്ട് നമുക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. കാരണം അതൊക്കെ മാറി വന്നേക്ക് വരട്ടെ. പിന്നെ അൾട്ടിമേറ്റ്ലി ഐ ബിലീവ് ദർ ഇസ് എ ഡെസ്റ്റിനി വരുന്നത്. നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ നമ്മൾ നമ്മളൊക്കെ പരിപാടി ചെയ്യാം. ഞാൻ ഗോ ഫോർ ദിസ്. പക്ഷെ 2024 നോക്കുമ്പോഴേ മലയാള സിനിമ എല്ലാം പാൻ ഇന്ത്യ ശ്രദ്ധിക്കപ്പെടുന്നു. അത്തരത്തില് ഈ സിനിമയും ആ ഒരു മോഡിലേക്ക് മാറാൻ കഴിയുന്നതാണ് അങ്ങനെയാണോ? അല്ല, ഇത് നമ്മുടെ ഒരു അൺഫോർച്ചുനേറ്റ്ലി ഒരുപക്ഷെ എത്രയോ സിനിമകൾ ഇറങ്ങി. നിങ്ങൾ പറഞ്ഞ പേര് പോലും നിങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഇത് വിജയിച്ച സിനിമകളെ കുറിച്ച് മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത് കുറച്ച് നമ്പേഴ്സ് കൂടുതലായതുകൊണ്ട് നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇപ്പൊ ഇതെങ്ങനെയായിരിക്കും ഇത് ആർക്ക് കണ്ടാൽ ഇഷ്ടപ്പെടും, ആർക്ക് കണ്ടാൽ ഇഷ്ടപ്പെടില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, നമുക്ക് റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ഐ എം നോട്ട് ഗുഡ് അറ്റ് ഇറ്റ്. ഇപ്പൊ ഇവിടെ കൈയടിക്കും, ഇങ്ങനെ സംഭവിക്കും, ഇത് ഇങ്ങനെ ബ്ലോക്ക് ബസ്റ്റർ ആവും, അങ്ങനെ ചോദിച്ചാൽ എനിക്ക് സിനിമ ഉണ്ടാക്കാൻ അറിയില്ല. അങ്ങനെ ശ്രമിച്ചാൽ എനിക്ക് അതിനുള്ള കഴിവില്ല. എനിക്കൊരു കഥ പറയാനുണ്ട്. ആ കഥ പറയാനുള്ള ആളുകൾ എന്റെ കൂടെ ഉണ്ട്. അവരെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ പ്രോസസ് ഉണ്ടല്ലോ, അത് നമ്മുടെ കഴിവിന്റെ പരമാവധി ചെയ്യാം. ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ പരമാവധി കഴിയുന്ന മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യാം. ഇതിനപ്പുറത്തേക്ക് ഹെൽപ്ലെസ്, നമ്മുടെ കൺട്രോൾ അല്ല ഈ സംഭവം. അപ്പോ ഇത് പാനിത്യനാവുമോ അല്ലെങ്കിൽ അവരെ ആസ്വദിക്കുമല്ലോ നമുക്ക് അറിയില്ല. പിന്നെ ഇപ്പോ നമ്മൾ ഇപ്പൊ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ പറയുന്ന പാനിത്യനാവുന്ന സിനിമകൾ അതിന് ചിന്തിച്ചിട്ടുള്ള സിനിമകളെ അല്ല. ഇറ്റ്സ് ടോട്ടലി അൺപ്രസിഡന്റ്. അല്ലെങ്കിൽ പാനിത്യൻ ആവണം എന്ന് പ്ലാൻ ചെയ്ത സിനിമകൾ ആവുന്നില്ല. അപ്പൊ ഇത് നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. നമുക്ക് സിനിമ ഉണ്ടാക്കുമ്പോൾ അത് പറ്റില്ല. ട്രെൻഡ് ഇസ് എക്സ്ട്രീംലി പോസിറ്റീവ്. കാരണം ജനങ്ങൾ തിയേറ്ററിലേക്ക് വരുന്നുണ്ട്, അവര് സിനിമ കാണുന്നുണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ഒരു പോസിറ്റീവ് ആയിരിക്കുന്നതാണ്. അപ്പൊ അത് എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. ഇപ്പോ കുറെ സിനിമകൾ ഒരുമിച്ച് വന്നതുകൊണ്ട് ആയിരിക്കാം ജനങ്ങൾ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് അവർക്കൊരു നല്ല പ്രൊഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവരത് തിരസ്കരിക്കില്ല എന്നുള്ളതാണ്. അതിന് മാഗ്നിറ്റ്യൂഡ് ഓഫ് സക്സസ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് പരാജയപ്പെടില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. നമ്മള് നല്ലൊരു തിയേറ്ററിൽ നിന്ന് കണ്ടവരെ എൻഗേജ് ചെയ്യുന്ന ഒരു സിനിമ കൊടുത്തു കഴിഞ്ഞാൽ അത് അവർ പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് കുറയും. അങ്ങനെ സംഭവിച്ചാൽ എന്റെ അറിവില്ല. അത് ജനങ്ങൾ, പ്രത്യേകിച്ച് മലയാളികൾ അത് സ്വീകരിച്ചിട്ട് ചരിത്രം ഉണ്ട്. അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് ഓഫ് സക്സസ് നമുക്ക് പറയാൻ പറ്റില്ല. അത് ആർക്കും പറയാൻ പറ്റില്ല. ഇങ്ങനെ പോകുന്നു അങ്ങനെ അറിഞ്ഞാൽ ഭയങ്കര ഇതാവും. ഇപ്പൊ നമ്മൾ ഒരുപാട് സിനിമകൾ ഇപ്പൊ നാളെ റിലീസ് ആണെങ്കിൽ കുറെ ഇൻഡസ്ട്രി എക്സ്പേർട്സ് കണ്ടിട്ട് ഇത് ബ്ലോക്ക് സ്ട്രോങ് പോലെ സിനിമകൾ 2 ദിവസം പ്രേക്ഷകർ കണ്ടിട്ട് ഇത്രയും വലിയ ടോപ്പോഴ്സ് ഉണ്ടായിരുന്നു അവർ കണ്ടുപിടിക്കും.
തിരിച്ചു സംഭവിക്കും. അപ്പൊ നമുക്ക് അറിയില്ല മാജിക് ഓഫ് സിനിമ. പുതിയ സിനിമ പലപ്പോഴും ചില ആളുകൾ പ്രൊമോട്ട് ചെയ്യുകയും പലപ്പോഴും ചില ആളുകൾ ചെയ്യുകയും ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഒരു സംഭവമാണ്. മനഃപൂർവ്വം ചില ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്ന പോലെയും ചില ആളുകൾ ഡീറ്റെയിൽ ചെയ്യുന്ന പോലെയുള്ള പല രീതിയിലുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? എന്താണ് അതിനെ കാണുന്നത്? എന്നെ കുറിച്ച് സംസാരിക്കാൻ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ മാത്രമേ വിശ്വസിക്കാനേ പറ്റുള്ളൂ. പിന്നെ ഫ്രീ ആയിട്ട് ആരും പ്രൊമോട്ട് ചെയ്ത് തന്നിട്ടില്ല ഇതുവരെ. ഞാൻ പ്രൊഡ്യൂസർ ആയതുകൊണ്ട് എനിക്ക് അതിന്റെ കണക്കുകൾ അറിയാം കൃത്യമായിട്ട്. പിന്നെ ഡീഗ്രേഡിങ് ആൻഡ് സോ കോൾ നിങ്ങൾ പറയുന്ന പോലെ ഇതെന്റെ കൺട്രോളിലല്ല. ബേസിക്കലി ഇതൊരു ഫ്രീ സ്പേസിൽ നടക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ്. ചിലതെന്നെ ഞാൻ ഒരു മനുഷ്യനായതുകൊണ്ട് കുറെ കാര്യങ്ങൾ എന്നെ ബാധിക്കും. തീർച്ചയായിട്ടും അതൊന്നും എന്നെ അഫക്ട് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്റെ കൺട്രോളുള്ള കാര്യം പറഞ്ഞത് എന്റെ പറഞ്ഞ പോലെ ഒരു നല്ല കഥ തിരഞ്ഞെടുക്കാൻ നോക്കുക. അതിൽ മാക്സിമം ഇപ്പൊ എന്നോട് ചോദിക്കുകയാണ് ജയഗണേഷ് എന്ന സിനിമയ്ക്ക് വേണ്ടി ഉണ്ണി 100% കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ യെസ്, എനിക്ക് ഒരു സംശയമില്ലാതെ പറയാം. യെസ്, 100% കൊടുത്തിട്ടാണ്. സിനിമയെ കുറിച്ചുള്ള കോൺട്രവേഴ്സീസ് എന്തായിരുന്നു ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാം. പക്ഷെ ആ സിനിമ റിലീസായി കഴിഞ്ഞു അതിൽ ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മതത്തെ സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു ഡയലോഗ് പോലും ഉണ്ടെങ്കിൽ ഞാൻ നാളെ പരിപാടി അവസാനിക്കും. അപ്പൊ ഞാൻ മനസ്സിലാക്കിയത് എന്ന് വെച്ചാൽ ഒരു മേ ബി ഞാൻ ഈ ട്രെൻഡ് എന്ന് പറഞ്ഞില്ല, ഇപ്പൊ സിനിമ എല്ലാവരും തിയേറ്ററിൽ വരുന്നുണ്ട്. ഇപ്പൊ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ണിമൂന്ന് കുറച്ച് ട്രെൻഡിലാണ്. എന്നെ കുറിച്ച് പറഞ്ഞ രസമുണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു എന്നല്ലാതെ കുറെ വലിയ വലിയ മീഡിയ ഹൗസസ് സംസാരിക്കാറുണ്ട്. മണിക്കൂറോളം എന്നെ കുറിച്ച് ഷോസ് നടത്താറുണ്ട്. ഞാൻ ഇങ്ങനെ ഇരുന്ന് കേൾക്കും. ബിക്കോസ് ഞാൻ എന്നെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ കേട്ടോണ്ടിരിക്കുകയാണ്. സോ ബേസിക്കലി ഇറ്റ്സ് ജസ്റ്റ് മോർ ഓഫ് എ ഫേസ്. എന്റെ കരിയറിൽ ഞാൻ അല്ലെങ്കിൽ ഒരു നടൻ ഒരിക്കലും ഫേസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു അനുഭവം എന്ന് മാത്രമേ. ചിലപ്പോൾ എന്റെ സിനിമ പോസിറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടാവും. ഇതൊന്നും എന്റെ കൺട്രോൾ ഇല്ലാത്തത് കൊണ്ട് ഞാനൊന്നും ചെയ്യാറില്ല. എന്റെ കൺട്രോൾ നല്ല. ഇപ്പൊ രഞ്ജിത് ശങ്കർ എന്റെ അടുത്തൊരു കഥ പറഞ്ഞു, എനിക്കത് ഭയങ്കര ജെന്യൂൻ ആയിട്ട് കഥയെ തോന്നിയപ്പോൾ ഞാനത് എന്റെ പിന്നെ വ്യക്തി ജീവിതത്തിൽ എനിക്കൊരു അനുഭവം ഉണ്ട്. മാക്സിമം ഒരു നടന് ഇത്രയേ ഉള്ളൂ, ഒരു എക്സ്പീരിയൻസസും പിന്നെ ചാലഞ്ച് ഏറ്റെടുക്കാനുള്ള ഒരു ആറ്റിറ്റ്യൂഡ്. ഈ രണ്ടും നമ്മൾ കയ്യിലുള്ളതുകൊണ്ട് ഈ സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചു. കൂടുതൽ നന്നാക്കി ചെയ്യാൻ വേണ്ടിയിട്ടാണ് രഞ്ജിത്ത് പിന്നെ പറഞ്ഞ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന്. ബിക്കോസ് ക്വാളിറ്റി കൺട്രോൾ ഉണ്ടാവും. യു സീ ദ ക്വാളിറ്റി ഓഫ് ദിസ് ഫിലിം ഇസ് ടോപ്പ് നോച്ച്. ഇതിനുശേഷം പിന്നെ ഞാൻ എന്താ വിചാരിച്ചു, എന്റെ സിനിമ ഏറ്റവും നല്ല രീതിയിൽ ഞാൻ പ്രൊമോട്ട് ചെയ്യണം. ഞാൻ ഇറങ്ങി പ്രൊമോട്ട് ചെയ്യാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇത് നിങ്ങൾ എല്ലാവരും ബിസിയാണ്. ഈ കൂട്ടത്തിൽ എന്റെ സിനിമ ഉണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ വലിയ സിനിമകളുണ്ട്. ഞാൻ എന്റെ സിനിമ വലുതാക്കുന്നത് അതിന്റെ ആശയം എന്ന രീതിയിൽ ബജറ്റ് ഒരിക്കലും സിനിമ വലുതാക്കാറില്ല. ബിക്കോസ് വലിയ വലിയ ബജറ്റിൽ ഇറങ്ങുന്ന സിനിമകളും നിങ്ങൾ പറഞ്ഞ പോലെ ഡെസ്റ്റിനി എന്താണെന്ന് അറിയില്ല. ഐഡിയ ഇസ് മോർ ഇമ്പോർട്ടന്റ് എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഔട്ട്സൈഡ് കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഒരു പരിധിക്ക് അപ്പുറത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ആൾക്കാരെ പരസ്പരം സംസാരിച്ചിട്ട് ഒരു പോയിന്റിൽ എത്തും. ഇപ്പൊ ഈ സിനിമ റിലീസായല്ലോ, ഇത്രയും വലിയ കോൺട്രവേഴ്സി ഉണ്ടാക്കേണ്ട സിനിമയാണ്. 7 ദിവസമായി, ഇപ്പൊ ഇത് 8-9 ദിവസമാണ്. ഇപ്പൊ GCC റിലീസ് ഉണ്ട്. പിന്നെ GCCയില് ഇന്ന പേരിലുള്ള സിനിമ റിലീസ് ചെയ്യാൻ പാടില്ല അങ്ങനെയൊന്നും. ബിക്കോസ് ഐ ഫീൽ ഇറ്റ് ഇസ് ദി മോസ്റ്റ് വെൽക്കമിങ് കൺട്രി, വെൽക്കമിങ് ആൾക്കാരാണ് ഇവിടുത്തെ. എന്തുകൊണ്ട് ഞാൻ ഒരു പേരിന്റെ പുറത്ത് ഒരു സിനിമ ഇത്രയും ജഡ്ജ് ചെയ്യപ്പെടുന്നത് നിങ്ങൾ പരസ്പരം ചിന്തിക്കേണ്ടതാണ്. ഇത്രയും പ്രൊപ്പഗണ്ടാസ് ഉണ്ടാക്കുന്ന ആൾക്കാരെ കണ്ടുപിടിച്ച് സൊസൈറ്റിയുടെ മുന്നിൽ കൊണ്ടുവരേണ്ടത് നിങ്ങളൊക്കെയാണ്. ഞാനൊരു വെറും ഒരു നടൻ, ലിറ്ററലി ഒരു പ്രത്യേകിച്ച് അങ്ങനെ സൂപ്പർ പവർ ഒന്നും ഇല്ലാത്തൊരു നടൻ മാത്രമാണ്. ഒരു നടൻ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തിനാണെന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല. മൈ ഡ്യൂട്ടി ഇസ് ടു ജസ്റ്റ് ആക്ട് ആൻഡ് പെർഫോം. എന്റെ ആക്ടിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്റെ ചോയ്സ് ഓഫ് സിനിമയെ കുറിച്ച് നിങ്ങൾക്ക് പരാമർശിക്കാം, നല്ലത് ചീത്ത പറയാം, സിനിമ റിവ്യൂ ചെയ്യാം, സിനിമയെ കുറിച്ച് സംസാരിക്കാം. വ്യക്തി ജീവിതത്തിൽ പോയിട്ട് എന്റെ ഇഷ്ടങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ച് അതൊരു വിവാദമാക്കി മാറ്റി അവസാനം സിനിമ റിലീസ് ആയതിനു ശേഷം 8 ദിവസമായി ഞാൻ ഒന്ന് റിലീസ് തൊട്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ആരെങ്കിലും ഒരാൾ എന്റെ അടുത്ത് ഒന്ന് കണ്ടില്ല ഞാൻ നിങ്ങളുടെ പ്രൊപ്പഗണ്ട ഞങ്ങൾ പിടിച്ചു വന്നു, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. സോ ഇറ്റ്സ് ജസ്റ്റ് ഇറ്റ്സ് എ ഫേസ് ദാറ്റ് ഐ ഹാവ് ടു ഗോ ത്രൂ. കുറച്ച് കഴിഞ്ഞാൽ വേറൊരു ഉണ്ണിമൂന്നിനെ കണ്ടുപിടിക്കും, അതിലേക്ക് പോകും. നോക്കോ, ഒരു ഐ തിങ്ക് 2 more years. അല്ല, പക്ഷേ അത് മറ്റൊരു കാര്യമല്ലേ, ഹൈലി പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും നിലപാടുകൾ ഇടകീറി പരിശോധിക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമ്മുടേത്. താങ്കളുടെ പലപ്പോഴുമുള്ള നിലപാടുകൾ ഈ ഒരു പരാമർശങ്ങൾക്ക് അല്ലെങ്കിൽ ഈ ഒരു ആക്ഷേപങ്ങൾക്ക് അതുപോലെ തന്നെ സപ്പോർട്ടിന് കാരണമായിട്ടുണ്ട്. എന്നെക്കാളും മുന്നേ ഇതിന് പൊളിറ്റിക്കൽ നിലപാടുകൾ ഏതാണ് എടുത്തെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ ഏതെങ്കിലും ചൂണ്ടിക്കാണിച്ച് അതിനെ കുറിച്ച് വ്യക്തമായിട്ട് മറുപടി പറയാം. ഇനി അല്ല, പൊളിറ്റിക്കൽ റാലീസിലും പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് കൂടെ നിൽക്കുന്ന സൂപ്പർ താരങ്ങൾ വരെ ഉണ്ട്. ഉണ്ണിമൂന്നൻ ആദ്യമായിട്ടാണോ ഞാൻ എന്ത് പറഞ്ഞെന്ന് എനിക്കറിയില്ല.
പിന്നെ ആകെ ഇത് ഈ കോൺട്രവേഴ്സിയിൽ പെട്ടത് ഇന്ത്യൻ പ്രധാനമന്ത്രി കാണാൻ വിളിച്ചപ്പോ ഞാൻ പോയി. നിങ്ങളെ വിളിച്ചാൽ നിങ്ങളും പോകും. നിങ്ങൾ ഇനിയിപ്പോ നിങ്ങൾക്ക് ആ പാർട്ടിയുമായിട്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് താല്പര്യം നിങ്ങൾക്ക് പോകേണ്ടി വരും. ഇപ്പൊ വിളിച്ച ആള് പ്രധാനമന്ത്രിയാണ്. സെക്കൻഡ്, ഞാൻ ഒരു രീതിയിലും ഒരു സ്ഥലത്തും ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ യു കൻ സ്കൗട്ട് എനിവേ. പക്ഷെ ഞാൻ വേറെ കാര്യം പറയാം. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ആൾക്കാരും പൊളിറ്റിക്കൽ പാർട്ടിയുമായിട്ട് സൗഹൃദമുള്ള ആൾക്കാരും അത്ര നടന്മാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പേരിപ്പ് എടുക്കാൻ പറ്റുമോ? പറ്റില്ല. ബിക്കോസ് നിങ്ങൾക്ക് അത്ര വലിയ വലിയ ആൾക്കാരുമായിട്ട് ഏറ്റുമുട്ടാൻ ആർക്കും പറ്റില്ല. ഒരു ഉണ്ണിമൂന്നിനെ കിട്ടി, ഉണ്ണിമൂന്നൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി തരുന്നുണ്ട്. ഇതെല്ലാം കേൾക്കാവുന്ന റിസൾട്ട് അതിങ്ങനെ കേട്ട് 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 കോൺട്രവേഴ്സി ആവുന്നുണ്ട്. ഞാനും പിന്നെ ഓക്കെ, നിങ്ങളൊരു ചോദ്യം ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് തരുന്ന മര്യാദയാണ്, ഐ ക്യാൻ ഡക്ക് ഇറ്റ്. ഞാൻ അത് അവോയ്ഡ് ചെയ്യുന്ന വെച്ചാൽ എന്റെ ഭാഗത്ത് ന്യായമുണ്ട്, ഞാൻ പറയുന്നത് ശരിയാണെന്ന് എനിക്ക് നല്ല പൂർണ്ണമായ ഒരു ബോധ്യമുണ്ട്. ഞാൻ ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് റാലിയിലോ അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ സമയമല്ലേ, എത്ര നടന്മാര് പോയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പറയാം. പക്ഷെ ഇത് ഒരു ഡിസ്കഷനായി മാറുന്നതിന് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇങ്ങനത്തെ ചോദ്യങ്ങൾ ഇപ്പൊ നാളത്തെ ഇന്റർവ്യൂയുടെ ഏറ്റവും വലിയ ഇപ്പൊ ഈ ഇന്റർവ്യൂ ഉണ്ട്, അതിന്റെ ഇപ്പൊ ഹൈ പോയിന്റ് ഈ പറഞ്ഞ വർത്തമാനം മാത്രമേ ഉണ്ടാവില്ല, എന്റെ സിനിമ ടോക്ക് ഉണ്ടാവില്ല. അത് ഇതൊക്കെ നിങ്ങൾ തന്നെ എന്നെ പഠിപ്പിച്ചോ. ആസ് എ മീഡിയ ഞാൻ നിങ്ങൾ ചിരിച്ചു, പക്ഷെ ദുബായ് മീഡിയ നോക്കാം നാളെ. ബാക്ക് ടു സിനിമയിലേക്ക് വരാം. നമുക്ക് ഒറ്റ ചോദ്യം കൂടി ഇതിനോട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ചോദ്യം കൂടിയാണ്. താരങ്ങളും സംവിധായകരും സ്വീകരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ അല്ലെങ്കിൽ അവർ അറിഞ്ഞോ അറിയാതെയോ പ്രകടിപ്പിക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ മലയാളത്തിൽ ഒരു സിനിമയുടെ ജയത്തെയോ പരാജയത്തെയോ നിർണ്ണയിക്കും എന്ന് ഉണ്ണി വ്യക്തിപരമായിട്ട് കരുതുന്നുണ്ടോ? ഇല്ല, എനിക്കങ്ങനെ അഭിപ്രായമൊന്നുമില്ല. ഇതിന് മഹിമയമായിട്ടുള്ള ഒരു കെമിസ്ട്രി നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. അത് ഞാൻ പ്രീവിയസ് ഇന്റർവ്യൂസിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അപ്പൊ കുറച്ച് നാളത്തെ ഒരു ബ്രേക്കിന് ശേഷം എങ്ങനെയായിരുന്നു അതിന്റെ ഐസ് ബ്രേക്കിംഗ്? ഇതിൽ മഹിമനെ കാസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഐസ് ബ്രേക്കിംഗ് എങ്ങനെയായിരുന്നു? പ്രൊഫഷണൽ, ഞാൻ ഐസ് ബ്രേക്കാനല്ല സിനിമയിൽ അഭിനയിക്കുന്നത്. അവരുടെ ജോലി വന്ന് അഭിനയിക്കുക എന്ന് മാത്രമാണ്. കൃത്യമായിട്ട് ഡയലോഗ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല വർക്ക് ചെയ്യുക. പിന്നെ യെസ്, ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് ടു ഹാവ് എ കോമറാഡറി എന്ന് വെച്ചാൽ ഒരു റിലാക്സ് അറ്റ്മോസ്ഫിയറിൽ വർക്ക് ചെയ്യാൻ എളുപ്പമാണ്. അതർവൈസ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഐസ് ബ്രേക്കിംഗ് സ്പേസ് ഒന്നും ക്രിയേറ്റ് ചെയ്യാറില്ല. അവരും ചില പ്രൊഫഷണൽ ആണ്, ഞാനും ആണെന്നാണ് എന്റെ വിശ്വാസം. ഐ ഫീൽ ഞാൻ ഒരു സിനിമ അപ്രോച്ച് ചെയ്യുന്നത് ഞാൻ കഷ്ടപ്പാട് അനുഭവിച്ചു എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ബിക്കോസ് ഞാൻ ദ ഡേ ഐ ഹേർഡ് ആൻഡ് അഗ്രീഡ്, എനിക്ക് അറിയാമായിരുന്നു ഞാൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ എഫേർട്ട് എടുക്കേണ്ടി വരും. അതൊരു കഷ്ടപ്പാടല്ല, അതൊരു എക്സ്പീരിയൻസ് ആണ് എന്നെ സംബന്ധിച്ച്. ബിക്കോസ് ഇനി അത് ഒരിക്കലും ചെയ്യേണ്ടി വരില്ല. ഞാൻ സുമേധി അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. സോ ഇറ്റ് ഇസ് നോട്ട് സംതിങ് ദാറ്റ് അയ്യോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന രീതിയിലല്ല ഞാൻ കാണുന്നത്. അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അത് എന്റെ ലൈഫിനെ, ഞാൻ ഈ സിനിമയ്ക്ക് ശേഷം ഞാനിപ്പോ 12 വർഷമായി സിനിമയിൽ അഭിനയിക്കുന്നു. യു ഡോണ്ട് എവറി ഡേ സേ ദാറ്റ് ഒരു സിനിമ ചെയ്തത് കൊണ്ട് ഒരു വ്യക്തി എന്ന നിലയിൽ എന്നിൽ മാറ്റമുണ്ടായെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ സിനിമയ്ക്ക് ശേഷം പറഞ്ഞത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ജെനുവിൻലി എനിക്ക് തോന്നി ഞാൻ എത്രത്തോളം ബ്ലെസ്ഡ് ആണെന്നും നമ്മൾ എത്രത്തോളം ബ്ലെസ്ഡ് ആണെന്നും ഒരു സിനിമ ചെയ്യേണ്ടി വന്നു. എനിക്ക് ലൈഫിന്റെ ഈ സമൂഹത്തിൽ ഇത്രയും ഇൻഫ്ലുവൻസ് ആയി നിൽക്കുന്ന സ്പെഷ്യലി ഏബിൾഡ് ആയ ആൾക്കാരാണ് എന്റെ അച്ചീവ് സോ മച്ച് ഇൻ ലൈഫ്. പക്ഷെ ഞാനൊരു സിനിമ ചെയ്തപ്പോഴാണ് റിയലൈസ് ചെയ്തത് ഞാൻ ഇവരുടെ ഒരു മിസ്സിങ് ഫീൽ ചെയ്തില്ല. എനിക്ക് എന്റെ ലൈഫിൽ ഞാൻ മുന്നിൽ കൂടെ നടന്നു പോയ ആൾക്കാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, അവരുടെ പെർസ്പെക്റ്റീവ് എനിക്ക് അറിയില്ല. ആൻഡ് ദിസ് മൂവി ഹെൽപ്പ് മീ ദാറ്റ് വേ. ഞാൻ കുറച്ചും കൂടി എംപത്തറ്റിക് ആണ് ലൈഫിനെ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ ഇരയായി എന്ന രീതിയിലുള്ള ചോദ്യം വന്നത്. എനിക്ക് ഒന്നുമില്ല, ബിക്കോസ് ലൈഫിൽ എല്ലാം ഓക്കെ ആണെന്ന് ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി. ബിക്കോസ് എന്റെ കൈയും കാലും എന്റെ ശരീരം ഓക്കെ ആകുന്നതോളം എല്ലാം ഓക്കെ ആണ്. പിന്നെ ഈ ചില്ലറ കോൺട്രവേഴ്സിയും കാര്യങ്ങളൊന്നും ബാധിക്കുന്നില്ല. അതേപോലെ തന്നെ സക്സസും ഫെയിലിയർ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പക്വത, ഇത് എല്ലാം ഒരു സിനിമ ഒരു കഥാപാത്രത്തിന്റെ ഇമ്പാക്ട് ആട്ടോ. സോ ഐ ഹാവ് ടു ബി വെരി ഓണസ്റ്റ് ആൻഡ് ഐ ടോൾഡ് ഹിം സിനിമ റിലീസ് മുന്നേ അറിഞ്ഞത് പറഞ്ഞ് താങ്ക് യു ഫോർ ദ ഫിലിം. ബിക്കോസ് അതിന്റെ മുകളിൽ പിന്നെ ഒന്നുമില്ല. സംടൈംസ് യു ഹാവ് ടു തിങ്ക് ദാറ്റ് വേ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ യെസ്, ഐ വോണ്ട് സേ ഇറ്റ് വാസ് ഈസി.
പക്ഷേ ഇറ്റ് വാസ് ഹെൽ ഓഫ് എൻ എക്സ്പീരിയൻസ്. ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും ഒരു സിനിമ ചെയ്യാൻ സാധിച്ചതിലും. ഈ സിനിമ ഈ കഥാപാത്രം എല്ലാവരെയും ഇൻസ്പയർ ചെയ്തു അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്നു എന്നൊക്കെ ഫീഡ്ബാക്കുകൾ വരുമ്പോൾ ഞാൻ അത് കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഈ സിനിമ ചെയ്തത്. ഈ സിനിമ എല്ലാ ഏജ് ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ 11 ഇപ്പൊ ഈ സമയം മോസ്റ്റ് എന്താ പറയാ ആപ്റ്റ് ഒരു സിനിമയ്ക്ക് റിലീസ്. വലിയ സിനിമകൾ ചെറിയ സിനിമകളല്ല. ഇത് തന്നെ ഒരു സിനിമയ്ക്ക് മിനിമം എന്ത് ചെയ്ത് കൊടുക്കാൻ പറ്റും അത് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ആഗ്രഹം വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ എന്റെ കപ്പാസിറ്റിയുടെ ഉള്ളിൽ നിന്നിട്ട് ഐ തിങ്ക് ഐ ഡൺ എ വെരി ഗുഡ് ഫിലിം വിച്ച് ഐ എം വെരി പ്രൗഡ് ഓഫ്. നിങ്ങൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ഇവിടെ കാണുമ്പോൾ യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ട്രൈങ് ടു റെസണേറ്റ്. ഇർഫാൻ ഇല്ല, ഇർഫാൻ ഇനി 19 മുതലാണ് കാണാൻ പോകുന്നത്. ബിക്കോസ് ഗുജറാത്ത് ആൻഡ് റെസ്റ്റ് ഓഫ് ഇന്ത്യ ഇസ് ഫ്രം ദേർ. ഞാനിപ്പോ അവന് പോസ്റ്റർ അയച്ചു കൊടുത്ത് വന്നേ. എപ്പോ മുമ്പാണ് ഗസ്റ്റിയുടെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് 16 വർഷമാണ് 16 വർഷത്തെ കാത്തിരിപ്പ് ചോദിച്ചപ്പോൾ ഇൻഡസ്ട്രി ചെയ്ത രീതിയിലെല്ലാം ഉയർത്തുന്നത്. പുള്ളി പറഞ്ഞ മറുപടി 18 വർഷം ഞാൻ അസിസ്റ്റന്റ് ആയിരുന്നു. പക്ഷെ ഇതൊന്നും ഇല്ലാതെ വീട്ടിൽ കഴിഞ്ഞിറങ്ങി ചെയ്തത് ബുദ്ധിമുട്ട് അറിയാനും അവസാനം പറഞ്ഞ മനസ്സിലായില്ല. ഇത്രയും ബുദ്ധിമുട്ടൊന്നുമില്ലാതെയാണ് അപ്പൊ ആ രീതിയിൽ എങ്ങനെയാണ് തീർച്ചയായിട്ടും എനിക്ക് ആദ്യം മുതലേ ഭയങ്കരമായിട്ടുള്ള റെസ്പെക്ട് ആണ്. ലൈക്ക് കൈൻഡ് ഓഫ് സ്കൂൾ ഓഫ് ഫിലിം മേക്കിംഗ്. ഞാൻ കുറെ കൂടെ ഇത് ഒരു ടീം എഫേർട്ട് എന്താണ് ഞാനിവിടെ കാണുന്നത്. ഞാൻ മുങ്ങി വരുന്നു. സോ ഐ ടേക്ക് ദിസ് പോയിന്റ് ഓഫ് വ്യൂ. അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ. ഇപ്പോൾ പാസഞ്ചർ എന്ന സിനിമ ചെയ്യുമ്പോഴും എനിക്ക് അറിയാമായിരുന്ന കാര്യം എനിക്കൊന്നും അറിയില്ല എന്നുള്ളതാണ്. ഇപ്പോഴും സത്യസന്ധമായി അതിൻ്റെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത് എത്ര കാലം കഴിഞ്ഞാൽ അങ്ങനെ തന്നെയായിരിക്കും. ഒരു സിനിമേനെ അങ്ങനെ സമീപിക്കുന്നതാണ് എനിക്കിഷ്ടം. അതായത് അത് എങ്ങനെ മേക്ക് ചെയ്ത് ഈ കഥ എങ്ങനെ മേക്ക് ചെയ്യുന്ന ഒരു ഐഡിയ ഇല്ല. എങ്ങനെയാണ് ഇപ്പൊ സൺഡേ എന്നുള്ള സിനിമയാണ് ചെയ്യുന്നത്. അത് എങ്ങനെ മേക്ക് ചെയ്യുന്ന നമുക്ക് അറിയില്ല. എന്നുവെച്ചാൽ അങ്ങനെ സിനിമയാണെന്ന് ആരും ചെയ്തിട്ടില്ല. എന്നാലേ നമുക്കത് പറയാൻ പറ്റില്ല. എല്ലാ സിനിമയും അങ്ങനെയാണെന്നില്ല. ഞാൻ ചെയ്ത മിക്കവാറും സിനിമ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റെഫറൻസ് പോയിന്റ് ഒന്നും ഇല്ല. ഇപ്പൊ ഈ ഒരു വീൽചെയറിൽ ഒരു ഹീറോ ഒരു കൊമേഴ്ഷ്യൽ ഫിലിം ഞാൻ കണ്ടിട്ടില്ല ഒരു വർഷം. എന്റെ അറിവിൽ പരിമിതമായ അറിവിൽ. അപ്പോൾ ഇതൊന്നും റെഫറൻസ് പോയിന്റ് നമുക്കത് കണ്ട് നോക്കി ചെയ്യാൻ പറ്റില്ല. ഇത് പഠിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് നമുക്കൊരു നല്ല ടീമിനെ ഉണ്ടാക്കാൻ നോക്കുക. ആ ടീമിനെ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംവിധായകന് വേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ഓർഗൻ എന്ന് പറയുന്നത് ചെയ്യുകയാണ്. അപ്പോ ഒരാൾ പറയുന്നത് കേൾക്കുകയും അത് ശരിയാണെങ്കിൽ അവസാന നിമിഷം വരെ നമ്മൾ ഉൾപ്പെടുത്താൻ തയ്യാറാവുകയും അത് ശരിയല്ലെങ്കിൽ അയാളെ വേദനിപ്പിക്കാതെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. ആ രീതിയിൽ അവർ ഇൻവോൾവ് ചെയ്യിപ്പിച്ചാൽ മാത്രമേ അവർ കൂടുതൽ സജഷൻ ചെയ്യുക. എനിക്കിത് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടൊരു പ്രോസസ്സാണ്. അതായത് ഇപ്പൊ എഴുത്ത് അതൊരു സ്റ്റെപ്പ് ലെവൽ മാത്രമാണ്. എഴുതിയ ഒരു സ്ക്രിപ്റ്റ് അതുപോലെ ഷൂട്ട് ചെയ്ത് അതുപോലെ എഡിറ്റ് ചെയ്ത് അതുപോലെ മ്യൂസിക് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര എനിക്കൊരു മെക്കാനിക്കൽ പ്രോസസ് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരില്ല. എനിക്ക് എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റ് ഷൂട്ടിംഗ് സെറ്റിൽ പോകുമ്പോൾ മൊത്തത്തിൽ മാറാറുണ്ട്. അത് എഡിറ്റിംഗ് ടൈമിൽ ടോട്ടലി മാറാറുണ്ട്. അത് മ്യൂസിക് വരുമ്പോൾ സ്ക്രിപ്റ്റ് മാറാറുണ്ട്. ഞാൻ മ്യൂസിക് കൂടെ എൻഹാൻസ് ചെയ്യുന്നില്ല പറയുന്നത്. സ്ക്രിപ്റ്റ് മാറാറുണ്ട്. മിക്സിംഗ് സ്റ്റേജ് മാറാറുണ്ട്. എനിക്ക് ഓർമ്മയുള്ളത് ഈ സിനിമയില് ഫൈനൽ മിക്സിംഗ് കഴിഞ്ഞു. ഉണ്ണിക്ക് പോലും അറിയില്ല. ഞാൻ ട്യൂബിൽ പോയിട്ട് സിനിമ കണ്ടു. ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ ഒരു സാധനം എനിക്ക് ശരിയാവുന്നില്ല. എനിക്കത് എന്തെങ്കിലും ഫിക്സ് ചെയ്യുന്ന സമയമില്ല. അത് ഞായറാഴ്ചയാണ്. ചില ആൾക്കാർ അവൈലബിൾ അല്ല. ഓക്കെ ആണെന്ന് വെച്ചിരുന്നു. എനിക്കത് രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ രാവിലെ എഴുന്നേറ്റ് ചോദിക്കാം. ചോദിച്ചപ്പോ ഓക്കെ ആണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഈ പറഞ്ഞ പോലെ ഞാൻ ജയിലിൽ ഇതിന്റെ ത്രെഡ്മിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പൊ 10 മണി. ആ സമയം എന്തൊരു പരിപാടി ചെയ്യാൻ പറ്റുമോ? ഞാൻ ത്രെഡ്മിൽ ഇറങ്ങി ഓടി. ഞാൻ ക്യൂബിൽ വിളിച്ച് ക്യൂബിൽ പോയി ഐ മേഡ് എ ചേഞ്ച്. അതൊരു സ്ക്രിപ്റ്റ് ചേഞ്ചാ. സിനിമ പ്ലേസ് ചെയ്തിട്ട് 2 ദിവസം ചെയ്യുന്നതാണ് ആക്ച്വലി. അപ്പോ ഞാൻ ആ പ്രോസസ്സിൽ വിശ്വസിക്കുന്നതല്ല. പിന്നെ ഇതൊക്കെ ശരിയായോ എന്നുള്ളത് നമുക്ക് സിനിമ ഇറങ്ങിയിട്ട് പ്രേക്ഷകർ പറഞ്ഞിട്ട് അറിയാൻ പറ്റും. പക്ഷെ അപ്പൊ ശരി എന്ന് തോന്നുന്നു ചെയ്യുക. ആ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവും. ആ കൺട്രോൾ നമുക്ക് ഉണ്ടാവും. ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഉണ്ണിയുടെ എന്താ പറഞ്ഞല്ലോ, ഇത് ആരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് ആ ഓഡിയൻസ് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കും ഈ സിനിമ കാണുക. ഒരു ഫിലിം മേക്കർ എന്നുള്ള സോഷ്യൽ മീഡിയ എന്നുള്ള അത്തരം സംഭവം അത്തരം പരിമിതികൾ, അതായത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ പരിമിതികൾ സിനിമാക്കാർക്ക് ഭയങ്കര അഡ്രസ് ചെയ്യേണ്ടത്.
ഇപ്പോ എനിക്കങ്ങനെ അങ്ങനെ പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഞാനും ഒരു സിനിമ ചെയ്തതിനു ശേഷമാണ് ഇതിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നത്. ഈ കളക്റ്റീവ് എഫേർട്ടാണ്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ ഇറ്റ്സ് എ സ്ലോ ഗ്രോയിങ് മൂവിയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സും പതിയെ തന്നെ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇനി ഒരു പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുതിയ കോളനി, അല്ലെങ്കിൽ പുതിയ കൺസ്ട്രക്ഷൻ, അല്ലെങ്കിൽ വലിയ കൺസ്ട്രക്ഷൻ കമ്പനീസ് ഒക്കെ ഇനി ഒരു ഡിസൈൻ പറയുമ്പോൾ ദേ വിൽ മേക്ക് എൻ ഇൻക്ലൂസീവ്നെസ് മോഡൽ. അത്രയും നടന്ന ഐ തിങ്ക് ജോബ് തന്നെയാണ്. ബിക്കോസ് ഇത് പെട്ടെന്ന് ഇപ്പൊ ഇന്ത്യയിലല്ല, കേരളത്തിൽ ഇപ്പൊ അങ്ങനെ അല്ലെങ്കിൽ വലിയ മാറ്റം വരുത്താൻ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷെ ഒരു അറ്റംപ്റ്റ് എന്ന രീതിയിൽ ഒരു സിനിമയ്ക്ക് ഉണ്ടാവുന്ന ഇമ്പാക്ട് അങ്ങനെയൊക്കെ ആയിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെ ഒരു 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 കൺസ്ട്രക്ഷൻ സംഭവിച്ചാൽ ഐ ബി വെരി ഹാപ്പി. ചെറിയ ചെറിയ മാറ്റങ്ങൾ ഇപ്പൊ ഒരു സിനിമയിലൂടെ പെട്ടെന്ന് ഇടിച്ചു കയറി ഒന്നും സംഭവിക്കില്ല എന്ന് വിശ്വസിക്കും. സംഭവിച്ചാൽ സന്തോഷം മാത്രം. ബട്ട് എന്റെ ഒരു വ്യക്തിപരമായ എന്റെ ഒരു ആഗ്രഹം അതാണ്. So, that's okay. ഉണ്ണിയേട്ടാ, ഈ അടുത്ത സിനിമകൾ ചെയ്യുമല്ലോ, അപ്പൊ എന്തായിരിക്കും ഈ പടത്തിൽ നിന്നുള്ള ഉണ്ണിയേട്ടന്റെ ടേക്ക് അവേ അടുത്ത സിനിമകളിലേക്ക്? അടുത്ത സിനിമ പുതിയ എക്സ്പീരിയൻസ് ആണ്. ഞാനൊരു സിനിമ ഗെറ്റ്സ് എറ്റ് ബേബി എന്ന സിനിമ ചെയ്തു വെച്ചിട്ടാണ്. അതായിരിക്കും ഇമ്മീഡിയറ്റ് റിലീസ്. അതിന് ഞാനൊരു ഐഡിയ ഡോക്ടറായിട്ടാണ്. ഇറ്റ്സ് എ വെരി എന്താ പറയാ സോഷ്യൽ സിനിമ ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ബിക്കോസ് കുട്ടികൾ ആവാത്ത സാഹചര്യത്തിൽ ഒരു മെയിൽ പെർസ്പെക്റ്റീവിൽ കഥ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വിനയ് ഗോവിന്ദ് ആണ് ഡയറക്ടർ. സ്കന്ദ പ്രൊഡക്ഷൻ എന്റെ സുഹൃത്തുക്കൾ പ്രൊഡ്യൂസേഴ്സ് എല്ലാം. ദാറ്റ്സ് വൺ തിങ്. പിന്നെ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ ഒരു 7 വർഷത്തെ വലിയ കാത്തിരിപ്പിന് ശേഷം ഒരു ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ സിനിമ ചെയ്യാൻ പോവാണ്. അത് മെയ് മാസം തുടക്കത്തിൽ തന്നെ ഷൂട്ടിംഗ് തുടങ്ങും. അതിന്റെ പേര് മാർക്കോ എന്നാണ്. അത് ഐ തിങ്ക് ആക്ഷൻ സിനിമകൾ കൃത്യമായിട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു വൺ ഓഫ് എക്സ്പീരിയൻസ് ആയിരിക്കും. ടേക്ക് അവേ ഒന്നുമില്ല ഈ സിനിമയിലൂടെ. ഈ ഞാൻ അങ്ങനെ ഒരു ഹാങ്കറിൽ നിൽക്കുന്ന ആളല്ല. ഞാൻ മറന്നു ആക്ച്വലി ഗണേഷ് പണ്ട് ചേട്ടാ നമസ്കാരം. നമസ്കാരം. റയാനുമായിട്ടുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? അതായത് ഒരു ലേണിംഗ് ടേക്ക് അവേ എന്തായിരുന്നു റയാനായിട്ട്? റയാൻ ഇന്നത്തെ ജനറേഷനിലെ കൂടെ ജെൻസി വെരി സ്മാർട്ട് ആൻഡ് ഭയങ്കര റെസ്പെക്ട്ഫുൾ ആയിട്ട് സംസാരിക്കുന്ന ഒരു മോനാണ്. അവിടെ അവന്റെ ടേക്ക് അവേ റയാന്റെ ഭാഗത്ത് മാത്രമല്ല, ഇന്നത്തെ ഇൻ ജനറൽ. ഞാൻ മാളികപ്പുറം എന്ന സിനിമയിൽ 2 കുട്ടികളുണ്ടായിരുന്നു. ജയഗണേഷൻ ഒരു മോനുണ്ട്. ഓൾവേസ് ഫെൽറ്റ് ദാറ്റ് കുട്ടികളുടെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര സ്പോണ്ടാനിറ്റി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാറുണ്ട്. ഭയങ്കര ജെന്യൂൻ ആയ ചില റിയാക്ഷനുകൾ വരാറുണ്ട്. ആൻഡ് ദെയർ അപ്രോച്ച് ടുവേർഡ്സ് വർക്ക് ഭയങ്കര വളരെ ഷോർട്ട് അറ്റൻഷൻ സ്പാൻ വളരെ കുറവായിരിക്കും കുട്ടികൾക്ക്. ബട്ട് കിട്ടുന്ന ടൈമിൽ ഇത് ഔട്ട്പുട്ട് അവര് തരുന്നത് ഭയങ്കര രസമാണ്. പിന്നെ വർക്ക് അങ്ങനെ സ്ട്രെസ്ഫുൾ ആയിട്ട് അവർ എടുക്കാറില്ല. ഞാനിപ്പോ ചില സമയത്ത് ഇന്ന സീനാണ് അല്ലെങ്കിൽ ഇന്നതാണെന്ന് പറഞ്ഞിട്ട് ചില സമയത്ത് സ്ട്രെസ്ഡ് ആവാറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ റയാനെ നോക്കുമ്പോൾ എന്നെ ഡെഫിനറ്റ്ലി അവന് വർക്ക് എക്സ്പീരിയൻസ് ഇല്ല. അവൻ ചെറിയ ചെറിയ ആക്ടും ചെയ്ത ആളാണ്. പക്ഷേ ദ വേ ഹി യൂസ് ടു അപ്രോച്ച് സീൻ ഭയങ്കര റിലാക്സ് ആയി. അപ്പൊ കുട്ടിക്കാലത്ത് ഉണ്ടായ ആ ഒരു എനർജി ഉണ്ടല്ലോ, അത് പിന്നീട് പ്രായം കൂടുന്നതോറും നമ്മളെല്ലാവരും ഭയങ്കര സീരിയസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ കുറെ കാലങ്ങളായിട്ട് ആൾക്കാർ എന്നോട് പറഞ്ഞു നീ പണ്ടത്തെ പോലെ ചിരിക്കാറില്ല, ഭയങ്കര ഇങ്ങനെയായി. സോ ഇറ്റ് ഈസ് നോട്ട് എ വെരി എക്സസൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഐ മീൻ ഐ ഹാവ് പ്രാക്ടീസ് ടു ബി സീരിയസ്. ലൈഫ് ഹിറ്റ്സ് യു ആൻഡ് സംടൈംസ് യു ബിക്കം ഒന്ന് റിസർവ്ഡ് ആയി മാറിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ ഇവരൊപ്പം വർക്ക് ചെയ്തപ്പോ ഐ വോണ്ട് ടു ഗോ ബാക്ക് ടു ദാറ്റ് സ്പേസ് വെരിൻ എനിക്ക് ജോലി എന്നെ ബാധിക്കാത്ത രീതിയിലോ അല്ലെങ്കിൽ എന്നെ ഈ എൻജോയിങ് ദ പ്രോസസ് ഭയങ്കര ഇമ്പോർട്ടന്റ്. ഇപ്പൊ രഞ്ജിത്ത് പറഞ്ഞു, ഞാൻ അത് ഈ ഭയങ്കര നിസ്സാരമായിട്ട് പറഞ്ഞു. ബിക്കോസ് അത് ടെൻഷൻ പിടിക്കുന്ന കാര്യമാണ്. ബിക്കോസ് ക്യൂബിൽ പണം ലോഡാവെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഡോൺ. അവിടെ കറക്ഷൻ പറയാന്ന് പറഞ്ഞാൽ എല്ലാവരും ടെൻഷൻ. ഇപ്പൊ അങ്ങനത്തെ ഫോൺ കോൾ പോയിട്ടുണ്ടെങ്കിൽ ആ ടെക്നീഷ്യൻ എല്ലാവരും പുള്ളിനെ തെറിയെന്ന് പറഞ്ഞാണ്. പക്ഷെ അത് മാറ്റി വെച്ചു. സോ വാട്ട് ഐ എം ട്രൈങ് ടു സേ ദാറ്റ് ആ പ്രോസസ് നിങ്ങളെ ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അതിലേക്ക് എത്തിപ്പെടുക, ആ ഒരു സ്പേസ് ഓഫ് മൈൻഡിൽ പോവുക എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ കുട്ടികളുടെ ഒപ്പം വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇപ്പൊ ഗെറ്റ്സ് എ ബേബി എന്ന സിനിമയും അങ്ങനത്തെ ഒരു ഫാമിലി ഓറിയന്റഡ് സിനിമയാണ്. അഗൈൻ ഐ ഹാഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് ഓൾസോ കിഡ്സ്. ബട്ട് ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അതർവൈസ് ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. എനിക്ക് കുട്ടികളുടെ ഒപ്പം വർക്ക് ചെയ്യാൻ പൊതുവെ
കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഡെബ്യൂ ഡിസ്ട്രിബ്യൂഷനും കൂടെ ആണല്ലോ പ്രൊഡക്ഷൻ ഉപരി. അപ്പോ എങ്ങനെയായിരുന്നു, സ്ട്രെസ്ഫുൾ ആയിരുന്നോ അതോ? ഇതിൽ എനിക്ക് മൾട്ടിപ്പിൾ ടാസ്കിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഐ എൻജോയ് ദാറ്റ് പ്രഷർ സിറ്റുവേഷൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഐ ഫീൽ ദാറ്റ് ഞാൻ കുറച്ചും കൂടി എൻഗേജ്ഡ് ആയി നിൽക്കുന്ന ഒരു അവസ്ഥ അതാണ്. കൂടുതൽ ഫ്രീ ടൈമിലാണ് കൂടുതൽ ആവശ്യമില്ലാത്ത തോട്ട്സ് ഒക്കെ. Listening is a virtue.